ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. ഈ വീഡിയോയിൽ +1 ഇംഗ്ലീഷിലെ യൂണിറ്റ് 1 ഫസ്റ്റ് ചാപ്റ്റർ ഫ്യൂഫി എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. റിട്ടൺ ബൈ ട്രെവർ നോവ. സ്റ്റാർട്ട് ചെയ്യാം. എ മന്ത് ആഫ്റ്റർ വി മൂവ്ഡ് ടു ഈഡൻ പാർക്ക്, മൈ മദർ ബ്രോട്ട് ഹോം 2 cats, ബ്ലാക്ക് കാറ്റ്സ്. ഈഡൻ പാർക്കിലേക്ക് ഞങ്ങൾ മാറിയിട്ട് ഒരു മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മ 2 ബ്ലാക്ക് കളർ പൂച്ചയെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ബ്യൂട്ടിഫുൾ ക്രീച്ചേഴ്സ്, നല്ല ഭംഗിയുള്ള 2 പൂച്ചകൾ. ഇൻ എ ബ്ലാക്ക് നെയ്ബർഹുഡ് യു വുഡൻ ഡെയർ ഓൺ എ ക്യാറ്റ്, എസ്പെഷ്യലി എ ബ്ലാക്ക് ക്യാറ്റ്. ഒരു ബ്ലാക്ക് നെയ്ബർഹുഡിൽ, അതായത് ബ്ലാക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് ആഫ്രിക്കയിലെ ഒരു ഇവിടെ ആഫ്രിക്കൻസ് ആണ് അവർ, അതാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ ആരും ബ്ലാക്ക് ക്യാറ്റിനെ വളർത്താൻ ധൈര്യപ്പെടുകയില്ല. ഡെയർ മീനിങ് യു വുഡൻ ഡെയർ എന്ന് പറയുന്നത് ധൈര്യപ്പെടുകയില്ല, എസ്പെഷ്യലി എ ബ്ലാക്ക് ക്യാറ്റ്. ദാറ്റ് വുഡ് ബി ലൈക്ക് വെയറിങ് എ സൈൻ ദാറ്റ് സെഡ് ഹലോ ഐ എം എ വിച്ച്. ഒരു ബ്ലാക്ക് ക്യാറ്റിനെ വളർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഒരു വിച്ച്, ദുർമന്ത്രവാദിയാണ് എന്നുള്ള, അല്ലെങ്കിൽ ദുർമന്ത്രവാദിനിയാണ് എന്നുള്ളൊരു സൈൻ ആയിട്ടാണ് അത് കൺസിഡർ ചെയ്യുന്നത്, ബ്ലാക്ക് ക്യാറ്റ്. സിൻസ് വി ഹാഡ് മൂവ്ഡ് ടു എ കളേർഡ് നെയ്ബർഹുഡ് മൈ മോം തോട്ട് ദ ക്യാറ്റ്സ് വുഡ് ബി ഓക്കെ. അപ്പോൾ അതിനുശേഷം ബ്ലാക്ക് നെയ്ബർഹുഡിൽ നിന്ന് അവരൊരു കളേർഡ് നെയ്ബർഹുഡ്, അതായത് ഇപ്പോൾ വൈറ്റ്സും, അതായത് ഇപ്പോൾ യൂറോപ്യൻസും ഏഷ്യൻസും ഒക്കെ താമസിക്കുന്ന, അല്ലെങ്കിൽ ആഫ്രിക്കൻസും കൂടെ ഉണ്ട് അവിടെ, അങ്ങനത്തെ ഒരു മിക്സ്ഡ് സ്ഥലത്തേക്ക് മാറിയപ്പോൾ അവരുടെ അമ്മ വിചാരിച്ചു ഇനി ക്യാറ്റ്സിനെ വാങ്ങിക്കാം. വൺസ് ദേ വെർ ഗ്രോൺ വി ലെറ്റ് ദം ഔട്ട് ഡ്യൂറിങ് ദ ഡേ ടു റോം ദ നെയ്ബർഹുഡ്. ഇവർ ഈ പൂച്ചകൾ വലുതാകുമ്പോൾ അതിന് എന്താ പറയുക, ഡേ ടൈമിൽ നെയ്ബർഹുഡ്, അടുത്തുള്ള സ്ഥലത്തൊക്കെ റോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറങ്ങാനായിട്ടൊക്കെ വിടാമെന്ന് തീരുമാനിച്ചു. ദെൻ വൺ ഈവനിങ് വി കെയിം ഹോം ടു ഫൈൻഡ് സംതിങ് ടെറിബിൾ ഹാഡ് ഹാപ്പൻഡ്. ഒരു ദിവസം വൈകുന്നേരം ഇവർ വീട്ടിൽ വന്നപ്പോൾ ഒരു ടെറിബിൾ ആയിട്ടുള്ള സംഭവം, ടെറിബിൾ എന്ന് പറഞ്ഞാൽ ഭയാനകമായ, പേടിപ്പെടുത്തുന്ന ഒരു സംഭവം നടന്നു. ബോത്ത് ദി ക്യാറ്റ്സ് ഹാഡ് ബീൻ കിൽഡ്. 2 ക്യാറ്റ്സിനെയും കൊന്നിട്ടുണ്ട്. ഓൺ അവർ ഫ്രണ്ട് വാൾ someone had written in Afrikaans hex, witch. അപ്പോൾ ഇവരുടെ വീടിൻ്റെ മതിലുമ്മ ആരോ എഴുതിയിട്ടുണ്ട് എന്താണ്, ഹെക്സ്, അതായത് വിച്ച് എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ അവർ ആദ്യം വിചാരിച്ചിരുന്നത് പോലെ തന്നെ സംഭവിച്ചു. ആഫ്രിക്കൻ നെയ്ബർഹുഡ് അല്ലെങ്കിൽ ബ്ലാക്ക് നെയ്ബർഹുഡിൽ ഈ പറയുന്ന ക്യാറ്റിനെ ആരും ധൈര്യപ്പെടില്ല വളർത്താൻ, ബ്ലാക്ക് ക്യാറ്റ്സിനെ ധൈര്യപ്പെടില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. ഇവിടെ മിക്സ്ഡ് ആയതുകൊണ്ടാണ് ഇവിടെ വളർത്താൻ നോക്കിയത്, പക്ഷേ സെയിം അവസ്ഥ തന്നെയായിരുന്നു. ആഫ്റ്റർ ദി ക്യാറ്റ്സ് വർ കിൽഡ് വി ടുക്ക് എ ബ്രേക്ക് ഫ്രം പെറ്റ്സ് ഫോർ എ വൈൽ. ഈ 2 പൂച്ചകളെയും കൊന്നതിന് ശേഷം ഇവർ വേറെ പെറ്റ്സിനെ കുറേ നാളത്തേക്ക്, വൈൽ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, കുറച്ച് നാളത്തേക്ക് കേട്ടോ, കുറച്ച് നാളത്തേക്കൊന്നും മേടിച്ചില്ല. ഓൾമോസ്റ്റ് എവറി ബ്ലാക്ക് ഫാമിലി എ ന്യൂ ഹാഡ് എ ഡോഗ്. ഈ നമ്മുടെ റൈറ്ററിന് അറിയുന്ന എല്ലാ ബ്ലാക്ക് ഫാമിലീസിനും ഒരു ഡോഗ് ഉണ്ടാവാറുണ്ട്. നോ മാറ്റർ ഹൗ പുവർ യു വെയർ യു ഹാഡ് എ ഡോഗ്. എത്ര പാവപ്പെട്ടതാണ് നിങ്ങളെങ്കിലും ഒരു ഡോഗ് നിങ്ങൾക്ക് ഉണ്ടാവും. വൈറ്റ് പീപ്പിൾ ട്രീറ്റ് ഡോഗ്സ് ലൈക്ക് ചിൽഡ്രൻ ഓർ മെമ്പേഴ്സ് ഓഫ് ദ ഫാമിലി. വൈറ്റ്സ് എങ്ങനെയാണ് ഡോഗിനെ കാണുന്നത്? വീട്ടിലെ തന്നെ ഒരു മെമ്പർ അല്ലെങ്കിൽ ചിൽഡ്രൻ, കുട്ടികളെ പോലെ കാണുന്നത്. ബ്ലാക്ക് പീപ്പിൾസ് ഡോഗ്സ് ആർ മോർ ഫോർ പ്രൊട്ടക്ഷൻ. എന്നാൽ ബ്ലാക്ക്സ് അങ്ങനെയല്ല, പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ഡോഗ്സിനെ വളർത്തുന്നത്. പുവർ മാൻസ് അലാം സിസ്റ്റം, അതായത് ഒരു വാർണിംഗ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു അലാം സിസ്റ്റമായിട്ടാണ് നോക്കുന്നത്. യു ബൈ എ ഡോഗ് ആൻഡ് യു കീപ്പ് ഇറ്റ് ഔട്ട് ഇൻ ദ യാർഡ്. അതായത് ഒരു ഡോഗിനെ നമ്മൾ മേടിച്ചു കഴിഞ്ഞാൽ അത് യാർഡ്, മുറ്റത്ത് അതിനെ വളർത്തും. ബ്ലാക്ക് പീപ്പിൾ നെയിം ഡോഗ്സ് ബൈ ദെയർ ട്രേറ്റ്സ്. ബ്ലാക്ക് പീപ്പിൾ, ആഫ്രിക്കൻസ് ഡോഗ്സിന് പേരിടുന്നത് അതിൻ്റെ ആ ഒരു ഫീച്ചേഴ്സൊക്കെ നോക്കിയിട്ടാണ്. ഇഫ് ഇറ്റ് ഹാസ് സ്ട്രൈപ്സ്, അതിൻ്റെ മേത്ത് സ്ട്രൈപ്സ്, വരകളുണ്ടെങ്കിൽ യു കോൾ ടൈഗർ, അതിനെ ടൈഗർ എന്ന് വിളിക്കും, കാരണം ടൈഗറിൻ്റെ മേത്ത് വരകളുണ്ടല്ലോ. ഇഫ് ഇറ്റ്സ് വിഷ്യസ്, വിഷ്യസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപകടകാരിയാണ് എന്നുണ്ടെങ്കിൽ യു കോൾ ഇറ്റ് ഡേഞ്ചർ, ഡേഞ്ചർ എന്ന് വിളിക്കും. ഇഫ് ഇറ്റ് ഹാസ് സ്പോട്ട്സ് യു കോൾ ഇറ്റ് സ്പോട്ടി, അതിൻ്റെ മേത്ത് ഡോട്ട്സ് സ്പോട്ട്സ് ആണുള്ളതെങ്കിൽ അതിനെ സ്പോട്ടി എന്ന് വിളിക്കും. വൺ ഡേ സം ലേഡി അറ്റ് മൈ മോംസ് വർക്ക് ഓഫേർഡ് അസ് 2 പപ്പീസ്. ഒരു ദിവസം അമ്മ ജോലി ചെയ്യുന്ന സ്ഥലത്തെ ഒരു ലേഡി 2 പപ്പീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പട്ടിക്കുട്ടികളെ കൊടുത്തു. മോം ബ്രോട്ട് ദം ഹോം, മോം അവരെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ആൻഡ് ഐ വാസ് ദ ഹാപ്പിയസ്റ്റ് കിഡ് ഓൺ എർത്ത്. അങ്ങനെ കൊണ്ടുവന്നപ്പോൾ നമ്മുടെ റൈറ്റർ ഭയങ്കര ഹാപ്പിയായി. ഷി നെയിംഡ് ദം ഫ്യൂഫി ആൻഡ് പാന്തർ. അമ്മ എന്താ പേരിട്ടത്? ഒരാളെ ഫ്യൂഫി എന്നും ഒരാൾക്ക് പാന്തർ എന്നും പേരിട്ടു. ഫ്യൂഫി ഐ ഡോണ്ട് നോ വെയർ ഹെർ
name came from. ഫ്യൂഫി എന്നുള്ള പേര് എവിടെ നിന്നാണ് വന്നതെന്ന് അറിയില്ല. പാന്തർ ഹാഡ് എ പിങ്ക് നോസ്, സോ ഷി വാസ് പിങ്ക് പാന്തർ. പാന്തർ എന്ന് പറയുന്ന ഈ ഡോഗിന് ഒരു പിങ്ക് നോസ് ഉണ്ടായിരുന്നത് കൊണ്ട് അതിനെ പിങ്ക് പാന്തർ എന്നാണ് ആദ്യം വിളിച്ചിരുന്നത്, ആൻഡ് ഇവൻച്വലി ജസ്റ്റ് പാന്തർ. അതിനുശേഷം അതിൻ്റെ പേര് പാന്തർ എന്ന് മാത്രമായി. They were two sisters who loved and hated each other. അവർ രണ്ടുപേരും രണ്ട് സിസ്റ്റേഴ്സ് പോലെ സ്നേഹവും ഹെയ്റ്റും ഒക്കെ ഉണ്ട്, ദേഷ്യമൊക്കെ ഉണ്ട്. They would look out for each other. അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും. They would also fight all the time. എപ്പോഴും ഫൈറ്റ് ചെയ്തുകൊണ്ടും ഇരിക്കും. ഇറ്റ് വാസ് എ സ്ട്രേഞ്ച് റിലേഷൻഷിപ്പ്. ഒരു വല്ലാത്ത തരം ബന്ധമായിരുന്നു ആ രണ്ട് പൂച്ചകളും, ആ രണ്ട് ഡോഗ്സ് തമ്മിൽ ഉണ്ടായിരുന്നത്. പാന്തർ വാസ് മൈ മോംസ് ഡോഗ്. പാന്തറിനെയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് ഇഷ്ടം. ഫ്യൂഫി വാസ് മൈൻ. ഇദ്ദേഹത്തിന് ഫ്യൂഫിനെയായിരുന്നു ഇഷ്ടം. ഫ്യൂഫി വാസ് ബ്യൂട്ടിഫുൾ. ഇനി ഫ്യൂഫി എന്ന് പറയുന്ന ഈ ഒരു ഡോഗിൻ്റെ കുറേ കാര്യങ്ങൾ നമുക്ക് നോക്കാം. നല്ല ബ്യൂട്ടിഫുൾ ഡോഗാണ്. ക്ലീൻ ലൈൻസ്, ഹാപ്പി ഫേസ്, നല്ല ക്ലീൻ ആയിട്ടുള്ള ലൈൻസും നല്ല ഹാപ്പി ആയിട്ടുള്ളൊരു മുഖം. ഷി ലുക്ഡ് ലൈക്ക് എ പെർഫെക്റ്റ് ബുൾ ടെറിയർ. ടെറിയർ എന്ന് പറഞ്ഞിട്ടൊരു ഡോഗ് ഉണ്ട്, അതേപോലെ തന്നെ ഇരിക്കും. പാന്തർ കെയിം ഔട്ട് വിയർഡ് ആൻഡ് സ്ക്രഫി ലുക്കിംഗ്. പക്ഷേ നമ്മുടെ പാന്തറിനെ കാണാനായിട്ടാണെങ്കിൽ ഒരു എന്താ പറയുക, വിയേർഡ് ആൻഡ് സ്ക്രഫി ലുക്കിംഗ് ആണ്. ഒരു വൃത്തിയൊന്നും ഇല്ലാത്തൊരു ലുക്കായിരുന്നു നമ്മുടെ പാന്തർ. വലിയ ഭംഗിയില്ലാത്തല്ല, ഒരു മുഷിഞ്ഞ ഒരു ലുക്കില്ലേ, അതായിരുന്നു ഈ പറയുന്ന പാന്തറിന്. പാന്തർ വാസ് സ്മാർട്ട് വേറസ് ഫ്യൂഫി വാസ് ഡം. പാന്തർ എന്ന് പറയുന്ന നമ്മുടെ ഡോഗ് നല്ല സ്മാർട്ടായിരുന്നു. പക്ഷേ ഫ്യൂഫിയുടെ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്യൂഫി ഒരു ഡം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുറച്ച് ലേസി ആയിട്ടുള്ള ഒരു ടൈപ്പ് ഒരു ഡോഗായിരുന്നു നമ്മുടെ ഫ്യൂഫി. ദെൻ ഡം എന്ന് പറയുമ്പോൾ ലേസിനെസ് അല്ല, ഒന്നും മിണ്ടില്ലാത്ത ടൈപ്പൊക്കെ ഇല്ലേ, വലിയ ബഹളമൊന്നും ഇല്ലാത്ത ടൈപ്പ്, അങ്ങനത്തെ ഒരു ഡോഗായിരുന്നു കേട്ടോ. അതാണ് ഡംനെസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. വെനെവർ വി കോൾഡ് ഹെർ, ഞങ്ങൾ എപ്പോഴൊക്കെ അവളെ വിളിച്ചാലും പാന്തർ വുഡ് കം റൈറ്റ് അവേ. പാന്തർ ഓടി വരും, ബട്ട് ഫ്യൂഫി വുഡൻ ഡു എനിത്തിങ്. പക്ഷെ ഫ്യൂഫി ഒന്നും ചെയ്യില്ല. പാന്തർ വുഡ് റൺ ബാക്ക് ആൻഡ് ഗെറ്റ് ഫ്യൂഫി ആൻഡ് ദെൻ ദേ വുഡ് ബോത്ത് കം. എന്നിട്ട് പാന്തർ പോയി ഫ്യൂഫിനെ വിളിക്കും, അപ്പോഴാണ് ഫ്യൂഫി വരിക. ഇറ്റ് ടേൺഡ് ഔട്ട് ദാറ്റ് ഫ്യൂഫി വാസ് ഡെഫ്. എന്താണ്, ഫ്യൂഫി ഒരു ഡെഫ് പോലെ അങ്ങനെയായി മാറി. ഇയേഴ്സ് ലേറ്റർ ഫ്യൂഫി ഡൈഡ് വെൻ എ ബർഗ്ലർ വാസ് ട്രൈങ് ടു ബ്രേക്ക് ഇൻ ടു അവർ ഹൗസ്. കുറേ വർഷങ്ങൾക്ക് ശേഷം ഫ്യൂഫി മരിച്ചു. ഒരു ദിവസം ഒരു കള്ളൻ, ബർഗ്ലർ എന്ന് പറഞ്ഞാൽ തീഫ്, കള്ളൻ ഇവർ വീട്ടിലേക്ക് കയറാനായിട്ട് നോക്കി. ഹി പുഷ്ഡ് ദ ഗേറ്റ് ഓവർ ആൻഡ് ഇറ്റ് ഫെൽ ഓൺ ഹെർ ബാക്ക്. അയാൾ ഗേറ്റ് ഇങ്ങനെ പുഷ് ചെയ്തപ്പോൾ, തള്ളി തുറന്നപ്പോൾ ആ ഗേറ്റ് ഈ ഫ്യൂഫിയുടെ മേത്ത് വീണു. ആൻഡ് ബ്രോക്ക് ഹെർ സ്പൈൻ. അങ്ങനെ അവളുടെ സ്പൈനാണ് ഒടിവ് വന്നത്. വി ടുക്ക് ഹെർ ടു ദ വെറ്റ് ആൻഡ് ഷീ ഹാഡ് ടു ബി പുട്ട് ഡൗൺ. അങ്ങനെ അവർ ഈ ഫ്യൂഫിനെ ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുചെന്നു. വെറ്റ് എന്ന് പറഞ്ഞാൽ മൃഗ ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അവർ ഈ ഡോഗിനെ എന്താ പറയുക, പുട്ട് ഡൗൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊല്ലുക. കാരണം അത് വേദന സഹിച്ച് ജീവിക്കേണ്ട ഒരവസ്ഥ വരുമല്ലെങ്കിൽ അതിനേക്കാൾ നല്ലത് അതിനെ കൊന്നു. ആഫ്റ്റർ എക്സാമിനിങ് ഹെർ ദ വെറ്റ് കെയിം ഓവർ ആൻഡ് ഗേവ് ദ ന്യൂസ്. അങ്ങനെ ആ ഡോഗിനെ നോക്കിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഡോക്ടർ വന്നിട്ട് ഈ ന്യൂസ് പറഞ്ഞു. എന്താണ്, ഇറ്റ് മസ്റ്റ് ഹാവ് ബീൻ സ്ട്രേഞ്ച് ഫോർ യുവർ ഫാമിലി ലിവിങ് വിത്ത് എ ഡോഗ് ദറ്റ് വാസ് ഡെഫ്, ഹി സെഡ്. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വല്ലാത്തൊരു അനുഭവമായിരിക്കും അല്ലേ, ഈ ചെവി കേൾക്കാത്ത ഒരു ഡോഗിൻ്റെ കൂടെ ജീവിക്കുക എന്നുള്ളത്. വാട്ട്? അപ്പോൾ ഇവർ പെട്ടെന്ന് ഞെട്ടിപ്പോയി. എന്ത്, യു ഡിഡ്ന്റ് നോ യുവർ ഡോഗ് വാസ് ഡെഫ്? അപ്പോൾ ഡോക്ടർ ചോദിച്ചു, നിങ്ങൾക്കറിയില്ലേ നിങ്ങളുടെ ഡോഗ് ചെവി കേൾക്കാത്തതായിരുന്നു എന്ന്? നോ, വി തോട്ട് ഇറ്റ് വാസ് സ്റ്റുപ്പിഡ്. ഞങ്ങൾക്കറിയില്ലായിരുന്നു, ഞങ്ങൾ വിചാരിച്ചത് അതൊരു സ്റ്റുപ്പിഡാന്ന്. ദാറ്റ്സ് വെൻ വി റിയലൈസ് ദാറ്റ് ദെയർ ഹോൾ ലൈഫ്സ് ദ വൺ ഡോഗ് ഹാഡ് ബീൻ ടെല്ലിങ് ദി അതർ ഡോഗ് വാട്ട് ടു ഡു സംഹൗ. അപ്പോഴാണ് ഇവർക്ക് മനസ്സിലായത് ആ ഡോഗിനോട് മറ്റേ ഡോഗ് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഇങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളത്. ദ സ്മാർട്ട് ഹിയറിംഗ് വൺ വാസ് ഹെൽപ്പിംഗ് ദ ഡോഡ്ജി ഡെഫ് വൺ. സ്മാർട്ടായിട്ട് എല്ലാം കേൾക്കാൻ പറ്റുന്ന പാന്തർ നമ്മുടെ ഡോഡ്ജി എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുന്ന ഡെഫ് വൺ, ചെവി കേൾക്കാത്ത നമ്മുടെ ഫ്യൂഫീനെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു. ഫ്യൂഫി വാസ് ദ ലവ് ഓഫ് മൈ ലൈഫ്, ബ്യൂട്ടിഫുൾ ബട്ട് സ്റ്റുപ്പിഡ്. ഫ്യൂഫി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമായിരുന്നു അദ്ദേഹത്തിന്. നല്ല ബ്യൂട്ടിഫുള്ളാണ് പക്ഷേ സ്റ്റുപ്പിഡാണ്. ഐ റേസ്ഡ് ഹെയർ, ഞാനാണ് വളർത്തിയത്. ഐ പോട്ടി ട്രെയിൻഡ് ഹെയർ, ടോയ്ലറ്റൊക്കെ യൂസ് ചെയ്യാനായിട്ട് ചെറിയൊരു ടോയ്ലറ്റ് സെറ്റപ്പൊക്കെ, അതായത് അങ്ങനെ യൂസ് ചെയ്യാനായിട്ടൊക്കെ പഠിപ്പിച്ചത് ഇവനാണ്, നമ്മുടെ റൈറ്ററാണ്. ഓക്കെ.
ഷീ സ്ലെപ്റ്റ് ഇൻ മൈ ബെഡ്. അത് ഇദ്ദേഹത്തിൻ്റെ ബെഡിലാണ് കിടന്നുറങ്ങിയത്. ആ ഡോഗ് ഇസ് എ ഗ്രേറ്റ് തിങ് ഫോർ എ കിഡ് ടു ഹാവ്. ഡോഗ് എന്ന് പറയുന്നത് ഒരു കുട്ടിക്ക് ഉണ്ടാവാൻ പറ്റിയ ഒരു ഏറ്റവും വലിയൊരു ഗിഫ്റ്റ്, ഒരു നല്ലൊരു കാര്യമാണ് അല്ലേ, ഗ്രേറ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇറ്റ്സ് ലൈക്ക് എ ബൈസൈക്കിൾ വിത്ത് ദ ഇമോഷൻസ്. ഡോഗ് എന്ന് പറയുന്നത് ഒരു ബൈസൈക്കിൾ, ഇമോഷൻസ് ഉള്ള ഒരു ബൈസൈക്കിൾ പോലെയാണ് ഈ ഡോഗ് എന്ന് പറയുന്നത്. ഫ്യൂഫി കുഡ് ഡു ഓൾ സോർട്സ് ഓഫ് ട്രിക്സ്. ഫ്യൂഫിക്ക് എല്ലാ ട്രിക്സും അറിയാം. ഷീ കുഡ് ജംപ് സൂപ്പർ ഹൈ, നല്ല ഉയരത്തിൽ ചാടും. ഐ മീൻ ഫ്യൂഫി കുഡ് ജംപ്, അതായത് അവൾക്ക് ചാടാൻ പറ്റുമായിരുന്നു. ഐ വുഡ് ഹോൾഡ് എ പീസ് ഓഫ് ഫുഡ് ഔട്ട് അബവ് മൈ ഓൺ ഹെഡ്. അതായത് ഞാൻ എൻ്റെ തലയിലൊരു പീസ് ഓഫ് എന്തെങ്കിലും ഫുഡ് ഐറ്റം വെക്കുകയാണെങ്കിൽ, ആൻഡ് ഷീ വുഡ് ലീപ്പ് അപ്പ് ആൻഡ് ഗ്രാബ് ഇറ്റ്. അതായത് അവൾ ചാടി വരും. ലീപ്പ് അപ്പ് എന്ന് പറഞ്ഞാൽ എടുത്ത് ചാടി അതെടുക്കും. ഓക്കെ, ലൈക്ക് ഇറ്റ് വാസ് നത്തിങ്. അതൊരു സംഭവമേ അല്ലാത്ത പോലെ ചാടി വന്നത് എടുക്കും. ഇഫ് സോഷ്യൽ മീഡിയ വാസ് അറൗണ്ട് ദെൻ, ആ സമയത്ത് സോഷ്യൽ മീഡിയ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഫ്യൂഫി വുഡ് ഹാവ് ബീൻ എ സ്റ്റാർ. ശരിക്കും ഒരു സ്റ്റാർ ആയിരുന്നു അവൾ ആയനെ. ഫ്യൂഫി വാസ് എ ലിറ്റിൽ റാസ്കൽ ആസ് വെൽ. അതേപോലെ തന്നെ ഒരു ചെറിയ റാസ്കൽ കൂടിയാണ്. എന്തെങ്കിലും കുറുമ്പൊക്കെ ഇല്ല എന്ന് പറയാൻ പറ്റില്ല, നല്ല കുറുമ്പുണ്ട്. ഡ്യൂറിങ് ദ ഡേ വി കെപ്റ്റ് ദ ഡോഗ്സ് ഇൻ ദ ബാക്ക് യാർഡ്. ഡേ ടൈമിൽ ഞങ്ങൾ ഡോഗിനെ ബാക്കിലെ മുറ്റത്താണ് നിർത്താറ്. വിച്ച് വാസ് എൻക്ലോസ്ഡ് ബൈ എ വാൾ അറ്റ്ലീസ്റ്റ് 5 feet ഹൈ. ബാക്കിലെ മുറ്റം എന്ന് പറയുമ്പോൾ ചുറ്റിനും മതിലൊക്കെ ഉണ്ട്, ഒരു 5 അടി ഉയരമുള്ളൊരു മതിലൊക്കെ ഉണ്ട്. ആഫ്റ്റർ എ വൈൽ, കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ, എവറി ഡേ വി ഹാഡ് കം ഹോം ആൻഡ് ഫ്യൂഫി വുഡ് ബി സിറ്റിംഗ് ഔട്ട്സൈഡ് ദ ഗേറ്റ് വെയിറ്റിംഗ് ഫോർ us. അതായത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എല്ലാ ദിവസവും ഫ്യൂഫി ഞങ്ങൾ വീട്ടിൽ വരുമ്പോൾ പുറത്തിരിക്കും. ഞങ്ങൾ വീട്ടിൽ വരുമ്പോൾ ഗേറ്റിൻ്റെ പുറത്ത് ഞങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കും. വി വെർ ഓൾവേസ് കൺഫ്യൂസ്ഡ്. അപ്പം ഞങ്ങൾക്ക് എപ്പോഴും കൺഫ്യൂഷൻ ആവുമായിരുന്നു. വാസ് സംവൺ ഓപ്പണിംഗ് ദി ഗേറ്റ്? ആരെങ്കിലും ഗേറ്റ് തുറക്കുന്നുണ്ടോ? വാട്ട് വാസ് ഗോയിങ് ഓൺ? എന്താ ഇവിടെ നടക്കുന്നത്? ഇറ്റ് നെവർ ഒക്യൂർ ടു us that she could actually scale a 5-foot wall. ഇവർക്ക് അറിയില്ലായിരുന്നു 5 അടി ഉയരമുള്ള ഈ മതിൽ ഇവൾക്ക് അളന്ന് നോക്കുന്നു. ബട്ട് ദാറ്റ് വാസ് എക്സാക്ട്ലി വാട്ട് വാസ് ഹാപ്പനിങ്. പക്ഷെ അത് നടന്നുകൊണ്ടിരുന്നത്. എവറി മോർണിംഗ് ഫ്യൂഫി വുഡ് വെയിറ്റ് ഫോർ us to leave. എല്ലാ ദിവസവും രാവിലെ ഞങ്ങൾ പോകാൻ വേണ്ടി ഫ്യൂഫി വെയിറ്റ് ചെയ്യും. ജംപ് ഓവർ ദ വാൾ, എന്നിട്ട് ഈ മതിൽ ചാടും. ആൻഡ് ഗോ റോമിങ് അറൗണ്ട് ദ നെയ്ബർഹുഡ്, എന്നിട്ട് ഇങ്ങനെ കറങ്ങി നടക്കും. ഐ കോഡ് ഹെയർ വൺ ഡേ വെൻ ഐ വാസ് ഹോം ഫോർ ദ സ്കൂൾ ഡേയ്സ്. ഒരു ദിവസം ഞാൻ അവളെ പൊക്കി. മൈ അതായത് എപ്പോഴാണ് സ്കൂൾ ഹോളിഡേയ്സിൻ്റെ സമയത്ത്, ഈ നമ്മുടെ ഓദർ വീട്ടിലായിരുന്ന സമയത്ത് ഇത് സംഭവം പൊക്കി. മൈ മോം ഹാഡ് ലെഫ്റ്റ് ഫോർ വർക്ക്. അമ്മ ജോലിക്ക് പോയിക്കുമായിരുന്നു. ആൻഡ് ഐ വാസ് ഇൻ ദ ലിവിങ് റൂം. ഞാൻ ലിവിങ് റൂമിലായിരുന്നു. ഫ്യൂഫി ഡിഡൻറ്റ് നോ ഐ വാസ് ദെയർ. ഫ്യൂഫിക്ക് അറിയില്ലായിരുന്നു ഞാൻ വീട്ടിലുണ്ടെന്ന്. ഷീ തോട്ട് ഐ വാസ് ഗോൺ. അവൾ വിചാരിച്ചിരുന്നത് ഞാൻ പോയി, ബിക്കോസ് കാർ വാസ് ഗോൺ, കാറ് പോയുണ്ട്. ഐ ഹേർഡ് പാന്തർ ബാർക്കിംഗ് ഇൻ ദ ബാക്ക് യാർഡ്. പാന്തർ കുരയ്ക്കുന്ന ഒച്ച കേട്ടു. ലുക്ക്ഡ് ഔട്ട് ആൻഡ് ദെർ വാസ് ഫ്യൂഫി സ്കെയിലിംഗ് ദ വാൾ. പുറത്തേക്ക് നോക്കിയപ്പോൾ നമ്മുടെ ഫ്യൂഫി വാള് എന്തോരം ഉണ്ടെന്ന് ഇങ്ങനെ മെഷർ ചെയ്യുവാണ്. ഷീ had jumped, scampered up the last couple of feet and then she was gone. അവൾ ചാടി, സ്കാമ്പേർഡ് മീനിങ് ഓടുക. അവൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ജമ്പ് ചെയ്തു, ഓടി ചാടി, എന്നിട്ട് അവൾ പോയി. ഐ കുഡൻറ്റ് ബിലീവ് വാട്ട് വാസ് ഹാപ്പനിങ്. എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല എന്താ ഇവിടെ നടക്കുന്നത് എന്നുള്ള കാര്യമൊന്നും. ഐ റാൻ ഔട്ട് ഫ്രണ്ട്. ഞാൻ ഓടി. ഗ്രാബ്ഡ് മൈ ബൈസൈക്കിൾ, വേഗം സൈക്കിൾ എടുത്തു. ആൻഡ് ഫോളോഡ് ഹെർ ടു സീ വേർ ഷി വാസ് ഗോയിങ്. എന്നിട്ട് അവളുടെ പുറകെ പോയി. അവൾ എങ്ങോട്ട് പോണത് എന്നറിയണ്ടേ. ഷി വെൻറ്റ് എ ലോങ് വേ. അവൾ ഒരുപാട് ദൂരം പോയി. മെനി സ്ട്രീറ്റ്സ് ഓവർ, കുറേ വഴികളൊക്കെ കടന്ന് പോയി. ടു അനദർ പാർട്ട് ഓഫ് ദ നെയ്ബർഹുഡ്, അവർ താമസിക്കുന്നതിൻ്റെയൊക്കെ വേറൊരു ഏരിയയിലേക്കാണ് പോയത്. ദെൻ ഷീ വെൻറ്റ് അപ്പ് ടു ദിസ് അതർ ഹൗസ് ആൻഡ് ജംപ്ഡ് ഓവർ ദെയർ വാൾ. വേറൊരു വീട്ടിൽ ചെന്ന് മതിൽ ചാടി. ആൻഡ് ഇൻ ടു ദെയർ ബാക്ക് യാർഡ്, അവരുടെ വീടിൻ്റെ ബാക്ക് സൈഡിൽ മുറ്റത്തേക്ക് പോയി. വാട്ട് ദ ഹെൽ വാസ് ഷീ ഡൂയിങ്? ഇവൾ എന്തായി ചെയ്തുകൊണ്ടിരിക്കണേ? ഐ വെൻറ്റ് അപ്പ് ടു ദ ഗേറ്റ് ആൻഡ് റാങ് ദ ഡോർബെൽ. ഗേറ്റിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് ബെല്ലടിച്ചു. എ കിഡ് ആൻസേർഡ്. ഒരു കുട്ടി വന്നു. ആ കുട്ടി പറഞ്ഞു, മേ ഐ ഹെൽപ്പ് യു, ഹി സെഡ്. അവൻ ചോദിച്ചു, എന്താ ഞാൻ ചെയ്യേണ്ടത്, എന്താണ്, മേ ഐ ഹെൽപ്പ് യു എന്ന് ചോദിച്ചു. യാ മൈ ഡോഗ് ഇസ് ഇൻ യുവർ യാർഡ്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, എൻ്റെ ഡോഗ് നിങ്ങളുടെ മുറ്റത്തുണ്ട്. വാട്ട്? അപ്പോൾ ആ കുട്ടി ചോദിക്കുകയാണ്, എന്ത്? അപ്പോൾ ഇദ്ദേഹം പറയാം, മൈ ഡോഗ് ഷീ ഇസ് ഇൻ യുവർ യാർഡ്. എൻ്റെ ഡോഗ് അത് നിൻ്റെ മുറ്റത്താണോ? വാട്ട്? ഓക്കെ. ഫ്യൂഫി വാക്ക്ഡ് അപ്പ് ആൻഡ് സ്റ്റുഡ് ബിറ്റ്വീൻ us. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഫ്യൂഫി വന്നു ഇവർ രണ്ടുപേരും നടുക്ക് നിന്നു. ഫ്യൂഫി കം, ഐ സെഡ്, ലെറ്റ്സ് ഗോ. ഇവൻ പറഞ്ഞു, ഫ്യൂഫി വാ, നമുക്ക് പോവാം. ദിസ് കിഡ് ലുക്ക്ഡ് അറ്റ് ഫ്യൂഫി ആൻഡ് കോൾഡ് ഹെർ ബൈ സം അതർ സ്റ്റുപ്പിഡ് നെയിം. ഈ കിഡ്, അതായത് അവിടുത്തെ കുട്ടി,
ഈ ഫ്യൂഫി ഓടിച്ചെന്നിട്ടൊരു വീട്ടിൽ കയറിയിട്ടില്ലേ, അവിടുത്തെ കുട്ടി ഫ്യൂഫിനെ നോക്കി എന്നിട്ട് വേറൊരു പേര് വിളിച്ചു. സ്പോട്ടി, ഗോ ബാക്ക് ഇൻസൈഡ് ദ ഹൗസ്. പോ, അകത്തേക്ക് പോയിട്ടുണ്ട്. വോ വോ ഐ സെഡ് സ്പോട്ടി, ദാറ്റ് ഇസ് ഫ്യൂഫി. അപ്പം ഇങ്ങനെ പറയാണ്, എന്ത് സ്പോട്ടിയോ, അതായത് അത് ഫ്യൂഫിയാണ് എന്ന് ഈ നമ്മുടെ ക്യാരക്ടർ പറയാണ്. ഓക്കെ, വോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നിക്ക് നിക്ക് അങ്ങനെ പറയില്ലേ, അത്. നോ ദാറ്റ്സ് മൈ ഡോഗ് സ്പോട്ടി. അപ്പോൾ ആ കുട്ടി പറയുന്നുണ്ട്, അല്ല ഇത് സ്പോട്ടിയാണ്. നോ ദാറ്റ്സ് ഫ്യൂഫി മൈ ഫ്രണ്ട്. അപ്പോൾ ഈ നമ്മുടെ റൈറ്റർ പറയുന്ന, അല്ല അത് ഫ്യൂഫിയാണ്. നോ ദിസ് ഇസ് സ്പോട്ടി. അപ്പോൾ ആ കുട്ടി പറയാം, അല്ല അത് സ്പോട്ടിയാണ്. ഹൗ കുഡ് ദിസ് ബി സ്പോട്ടി, ഷീ ഡസൻറ്റ് ഈവൻ ഹാവ് സ്പോട്ട്സ്. അപ്പോൾ ഇദ്ദേഹം പറയാണ്, അതെന്നെ സ്പോട്ടി ആവുന്നത്, സ്പോർട്സ് ഒന്നും അതിനില്ലല്ലോ. യു ഡോണ്ട് നോ വാട്ട് യു ആർ ടോക്കിംഗ് അബൌട്ട്. നീ എന്താ പറയുന്നതെന്ന് നിനക്ക് അറിയില്ല. ദിസ് ഇസ് സ്പോട്ടി, ഫ്യൂഫി, സ്പോട്ടി, ഫ്യൂഫി. കണ്ടോ, അവർ രണ്ടുപേരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഓഫ് കോഴ്സ് സിൻസ് ഫ്യൂഫി വാസ് ഡെഫ് ഷീ ഡിഡൻറ്റ് റെസ്പോണ്ട് ടു സ്പോട്ടി ഓർ ഫ്യൂഫി. നമ്മുടെ ഫ്യൂഫി ചെവി കേൾക്കാത്ത ഒരു ഡോഗ് ആയതുകൊണ്ട് തന്നെ ഈ രണ്ട് പേര് വിളിച്ചപ്പോഴും റെസ്പോണ്ട് ചെയ്തില്ല. ഷീ ജസ്റ്റ് സ്റ്റുഡ് ദെയർ. അവൾ അവിടെ നിന്നേ ഉള്ളൂ. ഐ സ്റ്റാർട്ടഡ് ദ കേഴ്സിങ് ദ കിഡ് ഔട്ട്. അപ്പം ഞാൻ ആ കുട്ടീനോട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഓരോന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ട് തുടങ്ങി. ആ ദേഷ്യത്തിൽ ആ കുട്ടീനെ കേഴ്സിങ് ചെയ്യുന്നുണ്ട്. കേഴ്സിങ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ശപിക്കുക എന്ന് പറയില്ലേ, അത്. ഗിവ് മീ ബാക്ക് മൈ ഡോഗ്. എൻ്റെ ഡോഗിനെത്താ. ഐ ഡോണ്ട് നോ ഹൂ യു ആർ ഹി സെറ്റ്, ബട്ട് യു ബെറ്റർ ഗെറ്റ് ഔട്ട് ഓഫ് ഹിയർ. എനിക്കറിയില്ല നീ ആരാണെന്ന്. അപ്പോൾ ആ കുട്ടി പറയും, എനിക്ക് നിന്നെ അറിയില്ല, പക്ഷെ ഇവിടുന്ന് പോണതാണ് നിനക്ക് നല്ലത്. ദെൻ ഹി വെൻറ്റ് ഇൻ ടു ദ ഹൗസ് ആൻഡ് ഗോട്ട് ഹിസ് മോം ആൻഡ് ഷീ കെയിം ഔട്ട്. എന്നിട്ട് ഈ കുട്ടി വീണ്ടും അകത്തേക്ക് ചെന്നിട്ട് അമ്മയെ വിളിച്ചു. അമ്മയും വന്നു പുറത്തേക്ക്. വാട്ട് യു വാണ്ട്, ഷീ ആസ്റ്റ്. അപ്പോൾ അമ്മ ചോദിച്ചു, എന്താ വേണ്ടത്. ദാറ്റ്സ് മൈ ഡോഗ്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, അത് എൻ്റെ ഡോഗാണ്. ദിസ് ഈസ് അവർ ഡോഗ്, ഗോ എവേ. അപ്പോൾ ആ കുട്ടിയുടെ അമ്മ പറഞ്ഞു, അല്ല ഇത് ഞങ്ങളുടെ ഡോഗാണ്, തിരിച്ചു പോകാൻ പറഞ്ഞു. ഐ സ്റ്റാർട്ടഡ് ക്രൈങ്. ഇദ്ദേഹം കരയാൻ തുടങ്ങി. വൈ ആർ യു സ്റ്റീലിംഗ് മൈ ഡോഗ്, എന്തിനാ എൻ്റെ ഡോഗിനെ മോഷ്ടിക്കുന്നത്. ഐ ടേൺ ടു ഫ്യൂഫി ആൻഡ് ബെഗ്ഡ് ഹെർ. എന്നിട്ട് ഇദ്ദേഹം ഫ്യൂഫിയുടെ അടുത്തേക്ക് തിരിഞ്ഞു, എന്നിട്ട് അതിനോട് ബെഗ് ചെയ്തു, യാചിച്ചു. ഫ്യൂഫി, വൈ ആർ യു ഡൂയിങ് ദിസ് ടു മീ, എന്തിനാണ് നീ ഇത് എന്നോട് ഇങ്ങനെ ചെയ്യുന്നത്. വൈ ഫ്യൂഫി വൈ, ഐ കോൾ ടു ഹെർ. അങ്ങനെ ചോദിച്ചു, എന്നിട്ട് വിളിച്ചു. ഐ ബെഗ്ഡ് ഹെർ ടു ഹോം, ഐ ബെഗ്ഡ് ഹെർ ടു കം, വീട്ടിലേക്ക് തിരിച്ചു വരാൻ പറഞ്ഞു. ഫ്യൂഫി വാസ് ഡെഫ് ടു മൈ പ്ലീസ്. പക്ഷേ അവൾ അതൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല, ഡെഫായിട്ട് നിൽക്കുമായിരുന്നു, ചെവി കേൾക്കാത്ത പോലെ, ഇത്രയും യാചിച്ചിട്ടും. ആൻഡ് എവറിത്തിങ് എൽസ്, എന്ത് പറഞ്ഞിട്ടും അവൾ നോക്കുന്നില്ല. ഐ ജംപ് ഡൗൺ ടു മൈ മൈക്ക്, ചാടി സൈക്കിളിൽ കയറി. ആൻഡ് റേസ്ഡ് ഹോം, വീട്ടിലേക്ക് ഓടിച്ചു. ടിയേഴ്സ് റണ്ണിങ് ഡൗൺ മൈ ഫേസ്, കരഞ്ഞുകൊണ്ടാണ് പോകുന്നത്. ഐ ലവ് ടു ഫ്യൂഫി സോ മച്ച്, എനിക്ക് ഫ്യൂഫിനെ ഒരുപാട് ഇഷ്ടമാണ്. ടു സീ ഹെർ വിത്ത് അനദർ ബോയ്, വേറൊരു കുട്ടിയുടെ കൂടെ അവളെ കാണാമെന്ന് വെച്ചാൽ ആക്ടിങ് ലൈക്ക് ഷി ഡിഡ്ന്റ് നോ മീ, അതായത് എന്നെ അറിയപ്പോലും ഇല്ലാത്ത പോലെ അവൾ പെരുമാറിയത്. ആഫ്റ്റർ ഐ റേസ്ഡ് ഹെർ, ഞാനാണ് അവളെ വളർത്തിയത്. ആഫ്റ്റർ ഓൾ ദ നൈറ്റ്സ് വി സ്പെൻഡ് ടുഗെദർ, ഒരുമിച്ച് അവൾ എൻ്റെ ബെഡിൽ കിടന്നുറങ്ങുമായിരുന്നു. ഐ വാസ് ഹാർട്ട് ബ്രോക്കൺ, എനിക്ക് വിഷമമായി. ഹാർട്ട് ബ്രോക്കൺ മീൻസ് സങ്കടപ്പെടുക, ഭയങ്കര വിഷമമായി. ദറ്റ് ഈവനിങ് ഫ്യൂഫി ഡിഡ്ന്റ് കം ഹോം, ആ ദിവസം വൈകുന്നേരം ഫ്യൂഫി തിരിച്ച് വീട്ടിൽ വന്നില്ല. ബിക്കോസ് അതർ ഫാമിലി തോട്ട് ദാറ്റ് ഐ വാസ് കമ്മിങ് ടു സ്റ്റീൽ ദ ഡോഗ്. മറ്റു ഫാമിലി വിചാരിച്ചിരുന്നത് ഇദ്ദേഹം ഡോഗിനെ അതായത് മോഷ്ടിക്കാൻ വന്നതാണ്. ദേ ഹാഡ് ഡിസൈഡഡ് ടു ലോക്ക് ഹെർ ഇൻസൈഡ്. അപ്പോൾ അവർ തീരുമാനിച്ചു അതിനെ പൂട്ടിയിടാന്ന് വീട്ടിൽ. സോ ഷീ കുഡിൻ മേക്ക് ഇറ്റ് ബാക്ക് ദ വേ ഷീ നോർമലി ഡിഡ് ടു വെയിറ്റ് ഫോർ അസ് ഔട്ട്സൈഡ് ദ ഫെൻസ്. അപ്പോൾ നോർമലി അവിടെ ഗേറ്റിൻ്റെ പുറത്ത് ആ വേലിയുടെ അടുത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കാറുണ്ടല്ലോ, അന്ന് അങ്ങനെ ചെയ്യാൻ പറ്റില്ല, കാരണം ആ വീട്ടുകാർ ഫ്യൂഫിനെ പൂട്ടി അകത്താക്കിയിരുന്നു. മൈ മോം ഗോട്ട് ഹോം ഫ്രം വർക്ക്. ഇദ്ദേഹത്തിൻ്റെ അമ്മ വീട്ടിലേക്ക് വന്നു ജോലിക്ക് ശേഷം. ഐ വാസ് ഇൻ ടിയേഴ്സ്, ഇദ്ദേഹം കരയാണ്. ഐ ടോൾഡ് ഹെർ ഫ്യൂഫി ഹാഡ് ബീൻ കിഡ്നാപ്ഡ്, കാര്യം പറഞ്ഞു, ഫ്യൂഫിനെ കിഡ്നാപ്പ് ചെയ്തേക്കാണ്. വി വെൻ ബാക്ക് ടു ദ ഹൗസ്, ഞങ്ങൾ തിരിച്ച് ആ വീട്ടിലേക്ക് പോയി. മൈ മോം റാങ് ദ ബെൽ ആൻഡ് കൺഫ്രണ്ടഡ് ദ മോം. അതായത് എന്താ പറയുക, എൻ്റെ അമ്മ ബെല്ലടിച്ചു, അതിനുശേഷം എന്താ പറയുക, ആ അമ്മേനെ കാണാനായിട്ട് വന്നു. കൺഫ്രണ്ടഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരിടുക. ലുക്ക്, ദിസ് ഇസ് അവർ ഡോഗ്, നോക്കൂ ഇത് ഞങ്ങളുടെ ഡോഗാണ്. ദിസ് ലേഡി ലൈ ടു മൈ മോംസ് ഫേസ്. അത് പറഞ്ഞപ്പോൾ ആ കുട്ടിയുടെ അമ്മ ഇവൻ്റെ അമ്മയോട് പറയാണ്, നോ, ഇത് ദിസ് ഇസ് നോട്ട് യുവർ ഡോഗ്, അല്ല ഇത് നിങ്ങളുടെ ഡോഗ് അല്ല. വി ബോട്ട് ദിസ് ഡോഗ്, ഞങ്ങളിത് വാങ്ങിച്ചതാന്ന് ആ കുട്ടിയുടെ അമ്മ പറയാണ്. യു ഡിഡ്ന്റ് ബൈ ദ ഡോഗ്, ഇറ്റ്സ് അവർ ഡോഗ്. നിങ്ങൾ വാങ്ങിച്ചല്ലേ, ഞങ്ങളുടെയാണ്. ദേ വെൻറ്റ് ബാക്ക് ആൻഡ് ഫോർത്ത്. അത് പറഞ്ഞിട്ട് എന്താ പറയുക, മുന്നോട്ടും പിന്നോട്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. ദിസ് വുമൻ വാസ് നോട്ട് ബഡ്ജിങ്. ഈ വുമൻ എന്താ പറയുക, ഇങ്ങനെ എന്താ പറയുക, ഒരു
അനങ്ങുന്നില്ല എന്തൊക്കെ പറഞ്ഞിട്ട് ബഡ്ജിങ് മീനിങ് മൂവിങ് അനങ്ങുന്നില്ല. സോ വി വെൻ ഹോം ടു ഗെറ്റ് എവിഡൻസ്. അങ്ങനെ ഇവർ വിചാരിച്ചു എന്നാൽ പിന്നെ വീട്ടിൽ പോയി തെളിവുകൾ എടുത്തുകൊണ്ട് വരാമെന്ന്. പിക്ചേഴ്സ് ഓഫ് അസ് വിത്ത് ദ ഡോഗ്സ്, ഡോഗിൻ്റെ കൂടെയുള്ള പിക്ചേഴ്സ്, സർട്ടിഫിക്കറ്റ്സ് ഫ്രം ദ വെറ്റ്, ഡോക്ടറിൻ്റെ അടുത്ത് നിന്നുള്ള സർട്ടിഫിക്കറ്റ്സ്. ഐ വാസ് ക്രൈങ് ദ ഹോൾ ടൈം, ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഫുൾ ടൈം. ആൻഡ് മൈ മോം വാസ് ലോസിങ് ഹെർ പേഷ്യൻസ് വിത്ത് മീ. അതായത് അമ്മയുടെ ക്ഷമ നശിക്കുകയാണ്. സ്റ്റോപ്പ് ക്രൈം, വി വിൽ ഗെറ്റ് ദ ഡോഗ്, കാം ഡൗൺ. കരയാതിരിക്കുക, നമുക്ക് ഡോഗിനെ കിട്ടും, വിഷമിക്കല്ലേ എന്നൊക്കെ പറയാം. വി ഗ്യാതേർഡ് അപ്പ് അവർ ഡോക്യുമെൻറ്റേഷൻ ആൻഡ് വെൻ ബാക്ക് ടു ദ ഹൗസ്. ഞങ്ങൾ ഡോക്യുമെൻറ്റ്സ് ഒക്കെ എടുത്തുകൊണ്ട് അവരുടെ വീട്ടിലേക്ക് തിരിച്ചു പോയി. ദിസ് ടൈം വി ബ്രോട്ട് പാന്തർ വിത്ത് അസ്. ഈ സമയത്ത് ഇവർ പാന്തറിനെ കൊണ്ടാണ് വന്നത്. ആസ് പാർട്ട് ഓഫ് പ്രൂഫായിട്ട്, തെളിവായിട്ട്. മൈ മോം ഷോഡ് ദിസ് ലേഡി ദ പിക്ചേഴ്സ് ആൻഡ് ഇൻഫർമേഷൻ ഫ്രം ദ വെറ്റ്. ഡോക്ടറിൻ്റെ കാര്യങ്ങളും അതേപോലെ ഇൻഫർമേഷനും പിക്ചേഴ്സൊക്കെ കാണിച്ചു കൊടുത്തു ആ കുട്ടിയുടെ അമ്മയ്ക്ക്. ഷി സ്റ്റിൽ വുഡിൻ ഗിവ് അസ്. എന്നിട്ടും ഡോഗിനെ തന്നില്ല. ഫൈനലി മൈ മോം സെഡ് ഓക്കെ ഐ വിൽ ഗിവ് യു 100 rand. അപ്പോൾ ഫൈനലി നമ്മളുടെ ഓതറിൻ്റെ അമ്മ പറഞ്ഞു ഞാൻ പൈസ തരാമെന്ന് പറഞ്ഞു. 100 rand എന്ന് പറയുന്നത് ആഫ്രിക്കയിലെ കറൻസിയാണ്. ഇവിടുത്തെ ഇന്ത്യൻ മണി ഇപ്പോഴത്തെ ഒരു 450-500 rupees വരും. അത് തരാമെന്ന് പറഞ്ഞു. പൈസ കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ ലേഡി ഫൈൻ ദ ലേഡി സെറ്റ്, അത് ലേഡി സമ്മതിച്ചു. മോം ഗേവ് ഹെർ സം മണി ആൻഡ് ഷീ ബ്രോട്ട് ഫ്യൂഫി ഔട്ട്. അപ്പോൾ ആ ലേഡിക്ക് ഇദ്ദേഹത്തിൻ്റെ അമ്മ പൈസ കൊടുത്തപ്പോൾ അവർ ഫ്യൂഫിനെ കൊണ്ടുവന്നു. ദിസ് അതർ കിഡ് ഹു തോട്ട് ഫ്യൂഫി വാസ് സ്പോട്ടി ഹാഡ് ടു വാച്ച് ഹിസ് മദർ സെൽ ദ ഡോഗ് ഹി തോട്ട് വാസ് ഹിസ്. ആ കുട്ടിയുടെ ഡോഗാണെന്ന് വിചാരിച്ചിരുന്ന ഡോഗിനെയാണ് ആ കുട്ടിയുടെ അമ്മ വിറ്റത്. നൗ ഹീ സ്റ്റാർട്ടഡ് ക്രൈങ്, സ്പോട്ടി നോ മോം ഡോണ്ട് സെൽ സ്പോട്ടി. അപ്പോൾ ആ കുട്ടി കരയാൻ തുടങ്ങി, സ്പോട്ടീനെ വിൽക്കരുത്. ഐ ഡിഡ്ന്റ് കെയർ, ഐ ജസ്റ്റ് വാണ്ടഡ് ഫ്യൂഫി ബാക്ക്. പക്ഷേ ഇദ്ദേഹത്തിനൊന്നും ആ കരച്ചിൽ കണ്ടിട്ടൊന്നും തോന്നിയില്ല. എങ്ങനെയെങ്കിലും ഫ്യൂഫിനെ തിരിച്ചു കൊണ്ടുവരണമെന്ന് മാത്രമേ ഉണ്ടായുള്ളൂ. വൺസ് ഫ്യൂഫി സോ പാന്തർ ഷി കെയിം റൈറ്റ് അവേ. പാന്തറും കണ്ടപ്പോൾ തന്നെ അവൾ വേഗം വന്നു. ദ ഡോഗ്സ് ലെഫ്റ്റ് വിത്ത് അസ് ആൻഡ് വി വാക്ക്ഡ്. ഡോഗ്സിനെയും കൊണ്ട് ഇവർ വീട്ടിലേക്ക് പോയി. ഐ സോബ്ഡ് ദ ഹോൾ വേ ഹോം. വീട്ടിലേക്ക് പോണ വഴിയൊക്കെ ഞാൻ കരയുമായിരുന്നു. സോബ്ഡ് മീനിങ് ക്രൈഡ്. സ്റ്റിൽ ഹാഡ് ബ്രോക്കൺ, ഭയങ്കര വിഷമമാണ്. മൈ മോം ഹാഡ് നോ ടൈം ഫോർ മൈ വൈനിങ്. അതായത് അമ്മയ്ക്ക് എൻ്റെ പരാതി കേൾക്കാൻ, വൈനിങ് എന്ന് പറഞ്ഞാൽ പരാതി പറയുന്നത് കേൾക്കാൻ ടൈം ഉണ്ടായില്ല. പരാതി പറയുന്നതിനെയാണ് വൈനിങ്. വൈ ആർ യു ക്രൈങ്, എന്തിനാണ് കരയുന്നത്? ബിക്കോസ് ഫ്യൂഫി ലവ്സ് അനദർ ബോയ്. കാരണം ഫ്യൂഫിക്ക് വേറെ ആളിനെ, ഒരു ബോയിനെ ഇഷ്ടമാണ്. സോ വൈ വുഡ് ദാറ്റ് ഹേർട്ട് യു, നീ എന്തിനാ അതിന് വിഷമിക്കുന്നത്? ഇറ്റ് ഡിഡ്ന്റ് കോസ്റ്റ് യു എനിത്തിങ്, നിനക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. ഫ്യൂഫി ഈസ് ഹിയർ, ഫ്യൂഫി ഇവിടെ ഇല്ലേ? ഷീ സ്റ്റിൽ ലവ്സ് യു, നിന്നെ അവൾക്ക് ഇപ്പോഴും ഇഷ്ടമാണ്. ഷീ ഈസ് സ്റ്റിൽ യുവർ ഡോഗ്, അവൾ നിൻ്റെ ഡോഗ് തന്നെയാണ്. സോ ഗെറ്റ് ഓവർ ഇറ്റ്, അത് വിട്. ഫ്യൂഫി വാസ് മൈ ഫസ്റ്റ് ഹാർട്ട് ബ്രേക്ക്. അപ്പോൾ ഫ്യൂഫി ആയിരുന്നു ഇദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഒരു ഹാർട്ട് ബ്രേക്ക്. നോ വൺ ഹാസ് എവർ ബിട്രേഡ് മീ മോർ ദൻ ഫ്യൂഫി. ആരും ഫ്യൂഫി എന്നെ ബിട്രേ എന്ന് പറഞ്ഞാൽ ചതിച്ചതിനേക്കാൾ കൂടുതൽ ചതിച്ചിട്ടില്ല. ഇറ്റ് വാസ് എ വാല്യുബിൾ ലെസൺ ടു മീ. അതെനിക്ക് ശരിക്കൊരു വലിയ വാല്യൂ ഉള്ള ഒരു പാഠം തന്നെയായിരുന്നു. ദ ഹാർഡ് തിങ് വാസ് അണ്ടർസ്റ്റാൻഡിങ് ദാറ്റ് ഫിഫി വാസ് നോട്ട് ചീറ്റിംഗ് ഓൺ മീ വിത്ത് അനദർ ബോയ്. ഇതിൽ ഏറ്റവും വിഷമമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫ്യൂഫി എന്നെ ചതിക്കായിരുന്നില്ല വേറൊരു ബോയിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട്. ഷി വാസ് മിയർലി ലിവിങ് ഹെർ ലൈഫ് ടു ദ ഫുള്ളസ്റ്റ്. അവൾ അവളുടെ ലൈഫ് ഫുള്ളി ജീവിക്കുമായിരുന്നു. അൺടിൽ ഐ ന്യൂ ദാറ്റ് ഷി വാസ് ഗോയിങ് ഔട്ട് ഓൺ ഹെർ ഓൺ ഡ്യൂറിങ് ദ ഡേ. ഹെർ അതർ റിലേഷൻഷിപ്പ് ഹാഡ് നോട്ട് എഫക്റ്റഡ് മീ അറ്റ് ഓൾ. അതായത് അവൾ ഡേ ടൈമിലാണ് അവൾ പുറത്ത് പോയിക്കൊണ്ടിരുന്നത്. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ ലൈഫിനെ അത് ഒരിക്കലും എഫക്റ്റ് ചെയ്യുന്നില്ല. ഫിഫി ഹാഡ് നോ മലീഷ്യസ് ഇൻറ്റൻറ്റ്. ഒരു ചീത്ത, ഒരു മലീഷ്യസ് എന്ന് പറഞ്ഞാൽ പകയുള്ള അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡൊന്നും, ഇൻറ്റൻറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇൻറ്റൻഷനില്ലേ, തീരുമാനങ്ങൾ, ഐഡിയാസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ദാറ്റ് എക്സ്പീരിയൻസ് ഷേപ്ഡ് വാട്ട് ഐ ഹാവ് ഫെൽറ്റ് അബൌട്ട് റിലേഷൻഷിപ്സ് ഫോർ ദ റെസ്റ്റ് ഓഫ് മൈ ലൈഫ്. അപ്പോൾ ഈ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് ആ ഒരു എക്സ്പീരിയൻസിൽ നിന്നാണ് ഇദ്ദേഹം ഷേപ്പ് ചെയ്തെടുത്തത്. യു ഡു നോട്ട് ഓൺ ദ തിങ് യു ലവ്. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സാധനങ്ങൾ നിങ്ങൾ എന്താ പറയുക, ഓൺ ചെയ്യുന്നില്ല. ഐ വാസ് ലക്കി ടു ലേൺ ദാറ്റ് ലെസൺ അറ്റ് സച്ച് എ യങ് ഏജ്. ഞാൻ ഭയങ്കര ഭാഗ്യമുള്ള ആളായിരുന്നു. ആ ഒരു ലെസൺ ചെറുപ്പത്തിലേ പഠിച്ചു. ഐ ഹാവ് സോ മെനി ഫ്രണ്ട്സ്. എനിക്ക് ഒരുപാട് കൂട്ടുകാരുണ്ട് ഹു സ്റ്റിൽ ആസ് അഡൽട്ട്സ്. അവിടെ ഇപ്പോഴും അഡൽട്ട്സ് ആണ്. റെസിൽ വിത്ത് ഫീലിങ്സ് ഓഫ് ബിട്രയൽ. അതായത് ഒരു പ്രശ്നം, ഒരു റെസിൽ, പോരാടുക, എന്താണ് ബിട്രയൽ, ചതി ഫേസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. They will come to me angry and crying and talking about how they have been cheated on and lied to, and I feel for them. അവർ വന്ന് ദേഷ്യപ്പെട്ടുകൊണ്ടൊക്കെ എന്നോട് പറയും എന്തോരം പേര് അവരെ പറ്റിച്ചിട്ടുണ്ട്, കുറേ പേര് നുണ പറഞ്ഞു. അതൊക്കെ ഞാൻ കേട്ട് നിൽക്കും. ഐ അണ്ടർസ്റ്റാൻഡ് വാട്ട് ദേ ആർ ഗോയിങ് ത്രൂ. എനിക്കറിയാം അവരിപ്പോൾ എന്തവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നതെന്ന്. ഐ സിറ്റ് വിത്ത് ദം. ഞാൻ അവരുടെ കൂടി ഇരിക്കും.
ആൻഡ് ബൈ ദം എ ഡ്രിങ്ക്, അവർക്ക് ഡ്രിങ്ക്സ് വാങ്ങിച്ചു കൊടുക്കും. ആൻഡ് ഐ സേ, എന്ത് ഞാൻ പറയും, ഫ്രണ്ട് ലെറ്റ് മീ ടെൽ യു ദ സ്റ്റോറി ഓഫ് ഫ്യൂഫി. ഞാൻ ഫ്യൂഫിയുടെ കഥ പറയാം എന്ന് പറഞ്ഞ് പറയുമായിരുന്നു. അഡാപ്റ്റഡ്. സോ ഇവിടെ ട്രെവർ നോവ വാസ് ബോൺ ഇൻ ജോഹാൻസ്ബർഗ്, സൗത്ത് ആഫ്രിക്ക. ഹീ ഈസ് എ വെൽ നോൺ സ്റ്റാൻഡപ്പ് കമീഡിയൻ, ടെലിവിഷൻ ഹോസ്റ്റ്, പൊളിറ്റിക്കൽ കമൻറ്റേറ്റർ, ഓതർ ഒക്കെയാണ്. അനക്ഡോട്ട് ഫ്യൂഫി ഇസ് ഫ്രം ഹിസ് മെമ്മോറി. അദ്ദേഹത്തിൻ്റെ മെമ്മോറി നടത്തേക്കുന്ന വർക്കാണ് ബോൺ എ ക്രൈം സ്റ്റോറീസ് ഫ്രം സൗത്ത് ആഫ്രിക്കൻ ചൈൽഡ്ഹുഡ് പബ്ലിഷ് ബൈ ഹാറ്റ്ഷെറ്റ് ഇന്ത്യ. സോ ഇതാണ് നമ്മളുടെ സ്റ്റോറി. ഭയങ്കര ബ്യൂട്ടിഫുൾ സ്റ്റോറിയാണ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ആക്ടിവിറ്റീസും ബാക്കി കാര്യങ്ങളൊക്കെ അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഇനി നോട്ടിഫൈഡ് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ഫ്രണ്ട്സിനൊക്കെ ആയിട്ട് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.